അപ്പോളേ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് കുറേ കാലത്തിന് ശേഷം നല്ല സാധനങ്ങളൊന്നുണ്ട്. നല്ല സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടോപ്പ് ക്ലാസ് സാധനം നമ്മൾ ടോപ്പ് ക്ലാസ് കൊടുത്തിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം. പക്ഷേ അത് നമ്മൾ മാത്രമേ അറിയുള്ളൂ എവിടെ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ കൊല്ലം ഏറെക്കുറെ ഈ ഒരു സമയം നമ്മൾ ഒരു 10-20 കിലോ ഇതേമാതിരി ഡ്രൈ ഫ്രൂട്ട്സ് വെറും ഡ്രൈ ഫ്രൂട്ട്സ് ഇതേമാതിരി അല്ല വേറെ മാതിരി ഒരു റമ്മിലിട്ട് വെച്ചിട്ട് ക്രിസ്മസ് കേക്കിന് വേണ്ടിയിട്ട് സെറ്റാക്കിയായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത് പെരും പാവാണ്, വാഷാണ് ഉണ്ടാക്കുന്നത്, ഒന്ന് ചെയ്തു വിടാറിട്ട് പിടിച്ചോണ്ടൊരു 10 ദിവസം ജയിലിലിട്ട്. ഇത്രേ ഇതുള്ളൂ. ആ സാധനത്ത് ഒഴുക്കിക്കളയും ചെയ്തു. നമ്മളന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ആൾക്കാർക്ക് ഞാൻ ഈ സാധനം തരും, കേക്ക് ഉണ്ടാക്കി നമ്മുടെ ആൾക്കാർക്ക് തരുന്ന ഞാനന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ സമ്മതിച്ചില്ല അവർ. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞാൽ തരും. അങ്ങനെയുള്ള ഒരു കൂട്ടലിൽ കൂട്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലേ. സാധനം വൃത്തിക്ക് നമ്മൾ മിക്സ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം 15 കിലോ 20 കിലോ ആണെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം 30-35 കിലോൻ്റെ പുറത്താണ്. കുറച്ച് വലുതാക്കി ചെയ്യണ്ടേ, അതേമാതിരി നിങ്ങൾക്കൊക്കെ സാധനം വേണ്ടേ. അപ്പോൾ ഈ പറകുണ്ടാക്കിയിട്ട് തന്നെ നൂലുമ്പ് കെട്ടി ക്രിസ്മസിന് വേണ്ടവർക്കൊക്കെ നൂലുമ്പ് കെട്ടി ഇറക്കി തരും. അല്ലേ ഉള്ളൂ. അപ്പോൾ പോരെ. അപ്പോൾ മുന്തിരി തുടങ്ങല്ലേ. ഒരു 10 കിലോ മുന്തിരി എന്നാ പോട്ടെ. അത് കഴിയും. ഫ്രൂട്ടി ഫുള്ള് ഡ്രൈ ഫ്രൂട്ട് മിക്സ്. സാധാ ചെറിയിട്ടോ. ഇത് ഒരുപാടുണ്ടേ. ഇത് മുറിച്ചിട്ടിക്ക് മട്ടിക്കലുണ്ട് കേട്ടോ. 4 ചെറിയൊക്കെ ഇടുന്നിട്ടേ വണ്ടിയിലൊക്കെ പോകുമ്പോൾ പോലീസ് ഊതിച്ചാണ്ടല്ലോ. നല്ല രസേക്കാരം. ഫുൾ ആൽക്കോളാണ്. ഇതോടുകൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്ന പരിപാടി നിർത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമുള്ള സീലോട്ടണ സൗണ്ടാണ് ഇപ്പോൾ. ഇപ്പോൾ പെപ്സി ആണെങ്കിലും ശരി എന്താണെങ്കിലും ശരി സീലാണ്. തുറന്ന് വെക്കാന്നുള്ളത് വേറൊരിത്. ഇങ്ങോട്ട് വരാം. എന്താ രസം സീലോട്ടണോണ്ട് വയ്യ. ഒഴിച്ചു തുടങ്ങല്ലോ ഓരോന്ന് കേട്ടോ.
ഈ പോണൊക്കെതാ ഞാൻ ഇങ്ങനെ പടപടേന്ന് ഇങ്ങനെ ഒഴിക്കും. ഞാനും ഒഴിക്കും. സാധനം ഇങ്ങനെ പോകണ്ടോ എല്ലാറ്റും ഇങ്ങനെ കുളിപ്പിക്കുക തന്നെ, വേറൊരു പരിപാടിയില്ല. ഉപ്പിടുത്തോ കൊണ്ടുപോകാൻ ഇഷ്ടംമാര് വേണ്ടി വരും. തുടങ്ങിയാലോ? അല്ലാ കയ്യൊക്കെ തണുക്കണു. ഇതേ ഇതിൻ്റെ അടുത്ത് നിൽക്കൂല കേട്ടോ. നമ്മൾ ജാസ്തി സാധനമാണ് കയറ്റി വെച്ചിട്ടുണ്ട്. എത്ര ഉണ്ടാവും? 4 ലിറ്ററോ 5 ലിറ്ററോ അത്രേ? എൻ്റെ പൊന്നു പെരുമണം പറഞ്ഞ പെരുമണം അടിച്ച് കയറേണ്ട സാധനം കണ്ടോ. ഓരോ പിടി സാധനം എടുത്താലും ഇതാ അവിടെ ഇങ്ങനെ വരുന്നതൊക്കെ ഇങ്ങനെ ഒറ്റും. കാരണം അത്ര ക്വാളിറ്റിയിലാണ് ഞമ്മൻ്റെ സാധനം ഉണ്ടാക്കുന്നത്. അതെ, ആരും കാലും കയ്യൊന്നും ഇല്ല ഇതില്. അതെ, ഇനി പട്ടിയും പൂച്ചയും പെട്ടാ തന്നെ എന്താ എല്ലാം ചത്തുപോകും. അജാതി സാധനമാണ്, അടിച്ച് കയറാണ്. നമ്മൾ സാധനം മിക്സ് ചെയ്യാൻ നമ്മൾ മാത്രം മതി, വേറെ തെണ്ടുള്ള ആവശ്യമില്ല. അതെ, ആ പോണ റമ്മൊക്കെ നിങ്ങളുടെ റാം ഹരി റാം അവസാനം കയ്യിന്ന് പോയിരുന്നു. അപ്പൊ നല്ല ടോപ്പ് ക്ലാസ് ആയിട്ട് മിക്സ് ആക്കുന്ന സാധനമാണ്. ഗ്ലൗസിന്റെ ഉള്ളിൽ കൂടെ തണുപ്പടിക്കണ്. അപ്പോ ഈ ഗ്ലൗസ് വേണ്ടവർക്ക് ആടെ ബിഡിയാൻ വെക്ക്. സാധനം നൈസ് പറഞ്ഞുണ്ടല്ലോ, അജാതി നൈസ്. നട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ക്ലാസ് ക്വാളിറ്റി. നമ്മള് നട്ട്സ് 3-4 കൊല്ലമായിട്ട് ഒരാളുടെ അടുത്ത് എടുക്കുന്നത് അല്ലേ? 3 കൊല്ലമല്ലേ നമ്മൾ മിക്സി തുടങ്ങിയിട്ട്? ഒറ്റ ആളുടെ നിർത്താൻ എടുക്കുന്നത് പറഞ്ഞു കൊടുക്കല്ലേ? ഞാൻ കഴിയും. നമ്മൾ പെരുന്തമണ്ണ നിയോമെന്നാണ് സാധനം എടുക്കുന്നത്. പ്രൊമോഷനാണെന്ന് കരുതരുത്, കാരണം നല്ല സാധനം തീരുകൊണ്ടാണ്. പിന്നെ പോരാത്തിന് 3-4 കൊല്ലമായിട്ട് സഹായമല്ല, നല്ല സാധനം കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റി സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മുടെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് അടിപൊളി കേക്ക് ആക്കിയിട്ട് തരും. കഴിഞ്ഞൊല്ലം ഞാൻ ഈ വർത്തമാനം പറഞ്ഞു, കഴിഞ്ഞൊല്ലം വർത്തമാനം പറഞ്ഞതിന് പിടിച്ചുകൊണ്ട് ഇടുകയും ചെയ്തു. ഈ കൊല്ലം ഞാൻ വർത്തമാനം പറയണു എന്നുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഈ സാധനം വാഷാവുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞൊല്ലം ഈ സെയിം സാധനമാണ് വാഷായി പോയത്. അതെ, എങ്ങനെയാണ് ഈ സാധനം കൊണ്ട് മാറ്റാൻ പറ്റുക? അത്ര വലിയ ടെക്നോളജി ഉണ്ടെങ്കിൽ ഞാനൂടെ പറഞ്ഞാൽ എത്ര ഓടിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താ ചെയ്യുക? എങ്ങനെയുണ്ടെങ്കിലും ലൈറ്റ് പോയി തുടങ്ങി. നല്ല ടോപ്പ് ക്ലാസ് ആയിട്ട് നമ്മൾ സാധനം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി 1-1.5 മാസം ഉണ്ടാവുമായിരിക്കും അല്ലേ? 1 മാസം, 1.5 മാസം ഉണ്ടാവും. അത്യാവശ്യം ടൈം എടുത്തിട്ട് എല്ലാം ഇറങ്ങിയിട്ട്. അതെ, കേക്ക് മുറിക്കണമെന്നൊന്നുമില്ലല്ലോ. അതെ, ഉണ്ടല്ലോ ന്യൂ ഇയർ കഴിഞ്ഞാലും ഉണ്ടല്ലോ, ചത്തൊന്നും പോകണില്ലല്ലോ. അപ്പോൾ എങ്ങനെയുണ്ടെങ്കിലും ഇത് മാത്രമല്ല, ഇതിന് പുറമെ നമ്മൾ ഇനിയും മിക്സ് ചെയ്യും. ആൾക്കാർ വേണമെന്ന് പറയുന്നതനുസരിച്ച് മിക്സ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞു തുടങ്ങിക്കോളി, സാധനം വന്ന് തുടങ്ങിയാൽ പറഞ്ഞു തുടങ്ങിക്കോളി. ഞാൻ നോക്കി വയ്ക്കും, എല്ലാവർക്കും സാധനം തരും. എന്നിട്ടുള്ള ഈ കൊല്ലം വാശിയാണ്, അത് കഴിഞ്ഞിട്ടുള്ള ഇപ്രാവശ്യം എന്തും ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ടോപ്പ് ക്ലാസ് സാധനം, പറകൊണ്ട് സാധനം നമ്മൾ നൂലുമ്പ് കെട്ടി എല്ലാവർക്കും ഇറക്കി തരും. അപ്പോൾ ലൈക്ക് ഷെയർ സബ് അതാരും എന്താ വെച്ചാൽ സെറ്റ് ചെയ്യുക. എല്ലാവരും ഓർഡർ എത്തണം, എന്നാലേ നമുക്ക് അതിനനുസരിച്ചിട്ട്. അല്ല, വേണ്ടവർ പറഞ്ഞായിട്ടോ ഒറിജിനൽ സാധനം വേണമെന്നുള്ളവർ മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ എല്ലാവരും കൂടെ ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ ഒരു കുഴപ്പമില്ല. പാക്ക് ചെയ്യണം, അയച്ചു കൊടുക്കണം. അപ്പോൾ കഴിക്കണം താല്പര്യമുള്ളവർ പറഞ്ഞോളി, ഞാൻ സെറ്റ് ചെയ്ത് തരും. ഞാൻ ഇത് നമ്മുടെ ക്രൈസ് കൊണ്ട് ഉണ്ടാക്കുകയാണ്, ബിസിനസ് പരമല്ല. സ്ട്രിക്ട്ലി നോട്ട് എ ബിസിനസ് എന്ന് പറഞ്ഞില്ലേ അവസ്ഥയാണ്. അപ്പോൾ ലൈക്ക് ഷെയർ സബ് എന്തായാലും സെറ്റ് ചെയ്യാം. ലൈറ്റ് പോയി ഇറങ്ങി പോടേ അത് വേണം അതിന് പോലീസ് പിടിക്കാം. ദേവി കുനിഞ്ഞെന്ന കൊണ്ടെന്ന് പറയുന്ന കാലമാണ് പറഞ്ഞില്ലേ.